ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങുന്ന പ്രശ്നമില്ലെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി എന്ത് തന്നെയായാലും ഗസയ്ക്കുള്ളിൽ ശക്തമായ സൈനിക സാന്നിധ്യമായി ഇസ്രായേൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ നീക്കം കൂടുതൽ പ്രതിസന്ധിയിലായി. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഫലസ്തീനി കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ഫലസ്തീൻ വസതികൾ ഇസ്രായേൽ തകർത്തു. ഇറാൻ നടത്തുന്ന ഏതൊരു നീക്കവും ശക്തമായി നേരിടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അറിയിച്ചു. ഗസയിലേക്കുള്ള സഹായം വിലക്കി വീണ്ടും ഇസ്രായേൽ. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, അല്ലെങ്കിൽ തന്നെ ഈ ആദ്യഘട്ട വെടിനിർത്തലൊക്കെ വെറുതെ ഒരു വാക്കുപോലെ അങ്ങനെ നിലനിൽക്കുകയാണ്. അതിശക്തമായ ആക്രമണം ഇപ്പോഴും ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു പ്രതികരണം കൂടി വരുന്നത്. ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങുന്ന കാര്യമില്ല എന്നുള്ളൊരു പ്രതികരണം പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയല്ലേ ചെയ്യുക? അമൃത, തീർച്ചയായിട്ടും. കാരണം ഈ മാസം 29-ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച നടക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് വളരെ പ്രകോപനപരമായിട്ടുള്ള നേരത്തെ പ്രഖ്യാപിച്ച 20-ദിന പദ്ധതിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പ്രതികരണവുമായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടന്ന ജൂത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സംസാരിക്കുകയാണ്. ഇസ്രായേൽ ഒരു നിലയ്ക്കും ഗസയിൽ നിന്ന് പിന്മാറുന്ന ഒരു പ്രശ്നം പോലും ഉദിക്കുന്നില്ല. കാരണം ഗസയുടെ ഏറ്റവും ഉള്ളിൽ പോലും എത്തിച്ചേരാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. വടക്കൻ ഗസയിലും അതോടൊപ്പം തന്നെ റഫ ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇസ്രായേൽ സൈനിക സാന്നിധ്യമുണ്ട്. ആ സൈനിക സാന്നിധ്യം വളരെ ശക്തമായി തന്നെ ഗസയിൽ തുടരും. ആ സൈനിക സാന്നിധ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നം പോലും ഉദിക്കുന്നില്ല. അതുമാത്രമല്ല, സ്ഥിരം സ്വഭാവത്തിലുള്ള സൈനിക സംവിധാനം ഗസയിൽ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ ആലോചിക്കുന്നത്. അതുകൊണ്ട് അന്തർദേശീയ സൈന്യത്തെ വിന്യസിച്ചാൽ പോലും ഇസ്രായേലി സൈനിക സാന്നിധ്യവും അതിൻ്റെതായിട്ടുള്ള സ്വാധീനവും തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും ഗസയിൽ ഉണ്ടാവുക. അതിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു നിലപാടും പ്രതികരണവുമാണ് ഇസ്രായേൽ കാറ്റ്സ് നടത്തിയിരിക്കുന്നത്. ഇത് അമേരിക്കയെ വലിയ തോതിൽ അമേരിക്കയെ ഞെട്ടിച്ചു എന്നാണ് അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദീകരണം അമേരിക്ക ഇസ്രായേൽ നേതൃത്വത്തോട് ആരാഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച 20-ദിന പദ്ധതിയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായിട്ട് ഇസ്രായേൽ സൈനിക പിന്മാറ്റം നടക്കുകയും അവിടെ അന്തർദേശീയ സൈന്യം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ടും ഗസ വിടും എന്ന ഒരു ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പിന്നെ 2 മാസം മുമ്പ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ആ വെടിനിർത്തലിനെ പോലും ചോദ്യം ചെയ്യുന്ന, അതിനെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാസം 29-ന് നടക്കുന്ന വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചയിൽ ബെന്യാമിൻ നെതന്യാഹുവുമായിട്ട് അമേരിക്ക ഇക്കാര്യത്തിൽ തന്നെ ആയിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. അമൃത, ഇസ്രായേലിന്റെ ഈ ഒരു നിലപാടിനെ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നാസർ? അതുപോലെ തന്നെ ഹമാസ് ഇതിന് എന്തെങ്കിലും മറുപടിയോ മറ്റോ നൽകിയിട്ടുണ്ടോ? അവിടുന്ന് അല്പം മുമ്പാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഹമാസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷെ ഹമാസ് തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇതാണ്: ഇസ്രായേൽ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഗസയിൽ അവസാനിപ്പിക്കണം, അല്ലാതെ ഉള്ള ഒരു ഒത്തുതീർപ്പിനോടും തങ്ങളില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഴ്ചകൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ഒക്ടോബർ 10 മുതൽ ഈ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതുപോലും. കാരണം 2 വർഷം നീണ്ട ഒരു കൊടിയ യുദ്ധത്തിന്റെ വിരാമം എന്ന അർത്ഥത്തിൽ കൂടിയാണ് ആ ചർച്ചകളുടെ ഭാഗമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരുപക്ഷവും എത്തിച്ചേർന്നത്. അതിൽ ഹമാസ് എടുത്ത പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് ഇസ്രായേൽ സൈനിക പിന്മാറ്റം എന്നത് തന്നെയായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അത് പ്രായോഗികമല്ല. രണ്ടാം ഘട്ടത്തിൽ തീർച്ചയായിട്ടും തങ്ങളുടെ പ്രധാന അജണ്ടയിൽ അക്കാര്യം വരുമെന്നായിരുന്നു മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന അമേരിക്കയും ഹമാസിന് ഉറപ്പ് നൽകിയത്. അതാണിപ്പോൾ പ്രകടമായി തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ലംഘിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ നടത്തിയിരിക്കുന്നത്. സ്ഥിരം സ്വഭാവത്തിലുള്ള സൈനിക യൂണിറ്റുകൾ, ബാരക്കുകൾ ഗസയിൽ, പ്രത്യേകിച്ചും വടക്കൻ ഗസയിലും മറ്റും നിലയുറപ്പിക്കും. അത് ഇസ്രായേലിന്റെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ്. ആ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും ഇസ്രായേൽ എന്ന രാജ്യം തയ്യാറല്ല എന്നുകൂടി മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും അറബ് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഫലസ്തീൻ കൂട്ടായ്മകളെ സംബന്ധിച്ചിടത്തോളവും ഹമാസിനെ സംബന്ധിച്ചിടത്തോളവും ഇനി അങ്ങോട്ട് ഏതർത്ഥത്തിലായിരിക്കും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്
കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള എതിർപ്പ് ഈ കൂട്ടായ്മകളൊക്കെയും പ്രകടിപ്പിക്കും. അക്കാര്യത്തിൽ അമേരിക്ക നൽകിയിരിക്കുന്ന ഉറപ്പുകൾ പോലും ലംഘിക്കുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള തുടർ ചർച്ചകളെ അത് വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മരുന്നുകളും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്ന ആരോഗ്യ മേഖലയിൽ കുവൈറ്റ് സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നു. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അലവാദിയാണ് മന്ത്രിതല തീരുമാനങ്ങൾ പുറപ്പെടുവിച്ചത്. ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തുന്നതിന് മുൻപ് കർശനമായ രജിസ്ട്രേഷനും വിലയിരുത്തലും നിർബന്ധമാക്കുന്നതാണ് പുതിയ നിയമങ്ങൾ. മനുഷ്യർ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും വിൽപ്പനയ്ക്ക് മുൻപ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യണം. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ ചട്ടക്കൂടും 5 വർഷത്തെ സർട്ടിഫിക്കറ്റ് സാധുതയും നിശ്ചയിച്ചിട്ടുണ്ട്. ലംഘനങ്ങൾ കണ്ടെത്തിയാൽ രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തുകയോ റദ്ദാക്കുകയോ ചെയ്യാൻ അധികാരികൾക്ക് അധികാരമുണ്ട്. അതേസമയം മെഡിക്കൽ, നഴ്സിംഗ്, അനുബന്ധ ആരോഗ്യ പ്രവർത്തകരുടെ ലൈസൻസിംഗ് സംവിധാനവും ശക്തിപ്പെടുത്തി. ഇലക്ട്രോണിക് വെരിഫിക്കേഷനും ഡിജിറ്റൽ സംവിധാനങ്ങളും വ്യാപകമാക്കുന്നതിലൂടെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് തീരുമാനം. മരുന്നുകളുടെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത രജിസ്ട്രേഷൻ മാർഗങ്ങളും നിർദ്ദിഷ്ട സമയപരിധികളും നിലവിൽ വരും. സർക്കാർ, സ്വകാര്യ മേഖലകളിലെ ആരോഗ്യ സംവിധാനങ്ങളിൽ പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി രോഗികളുടെ സുരക്ഷ സംരക്ഷിക്കുകയാണ് ഈ നടപടികളുടെ ലക്ഷ്യം. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുമാണ് ഈ നടപടികൾ. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളോട് ചേർന്നുള്ള ഈ പരിഷ്കാരങ്ങൾ ആരോഗ്യമേഖലയിലെ പൊതുജന വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ്. സൗദിയിൽ വ്യക്തികൾക്കും ഗോത്രങ്ങൾക്കും ജനങ്ങൾക്കുമിടയിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം വിദ്വേഷവാദങ്ങൾ പ്രചരിപ്പിച്ചാൽ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും വാർത്താമന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരം കണ്ടന്റുകൾ പരിശോധിക്കുന്നത് തുടരുകയാണെന്നും വാർത്താമന്ത്രി മുന്നറിയിപ്പ് നൽകി. വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്നാണ് സൗദി വാർത്താമന്ത്രിയുടെ മുന്നറിയിപ്പ്. സാമൂഹിക സുരക്ഷയെയും സമാധാനത്തെയും ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ പാടില്ല. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കും. രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ട മൗലികാവകാശം തന്നെയാണ്. അതേസമയം സാമൂഹിക സുരക്ഷയ്ക്ക് ഹാനികരമായ ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും സൗദി മാധ്യമമന്ത്രി സൽമാൻ അൽ ദോസരി മുന്നറിയിപ്പ് നൽകി. ഇത്തരം ഉള്ളടക്കം സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ ജനറൽ അതോറിറ്റി ഫോർ മീഡിയ റെഗുലേഷൻ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കരുതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. റിയാദ് വിമാനത്താവളത്തിൽ വിമാനം വൈകിയ പശ്ചാത്തലത്തിൽ യാത്രക്കാർ നടത്തിയ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം ന്യായമായ വിമർശനങ്ങളും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രകോപനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. മീഡിയ 1, റിയാദ്. സൗദിയിലെ റിയാദ് മെട്രോയിൽ പുതിയ വാർഷിക യാത്രാ പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ജനുവരി 1 മുതലായിരിക്കും സീസൺ ടിക്കറ്റുകൾ ലഭ്യമാവുക. 1260 റിയാലാണ് സാധാരണക്കാർക്കുള്ള വാർഷിക പാക്കേജ്. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സെമസ്റ്റർ ടിക്കറ്റുകളും ലഭിക്കും. റിയാദ് മെട്രോയാണ് പുതിയ സീസൺ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചത്. 1 വർഷത്തേക്കായിരിക്കും പാക്കേജുകൾ. റെഗുലർ ക്ലാസുകൾക്കും ഫസ്റ്റ് ക്ലാസിനുമായി വ്യത്യസ്ത പാക്കേജുകളാണ് ലഭ്യമാക്കുക. റെഗുലർ ക്ലാസുകൾക്ക് 1260 റിയാലായിരിക്കും 1 വർഷത്തെ പാക്കേജ്. 3150 റിയാലായിരിക്കും ഫസ്റ്റ് ക്ലാസിന്റെ നിരക്ക്. സ്കൂൾ, സർവകലാശാല വിദ്യാർത്ഥികൾക്ക് മാത്രമായി സെമസ്റ്റർ ടിക്കറ്റുകളും പുറത്തിറക്കും. 4 മാസത്തെ പാക്കേജിന് 260 റിയാലായിരിക്കും നിരക്ക്. ഒരു അധ്യയന സെമസ്റ്റർ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം. റെഗുലർ ക്ലാസ്സിലായിരിക്കും പാക്കേജ് ലഭ്യമാവുക. ജനുവരി 1 മുതൽ സീസൺ ടിക്കറ്റുകൾ പ്രാബല്യത്തിൽ വരും. ഡിജിറ്റലായും കാർഡുകളായും ടിക്കറ്റുകൾ ലഭ്യമാകും. ടിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടുകൾ വഴി ടിക്കറ്റ് കരസ്ഥമാക്കാം. മീഡിയ 1, റിയാദ്. കുവൈത്തിൽ പ്രവാസികളുടെ എൻട്രി, സന്ദർശന വിസ, താമസാനുമതി നിയമങ്ങളിൽ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഭേദഗതി വരുത്തി. എല്ലാ വിഭാഗങ്ങളിലുമുള്ള എല്ലാ എൻട്രി വിസകൾക്കും വിസിറ്റ് വിസകൾക്കും പ്രതിമാസം 10 ദിനാറായി വർദ്ധിപ്പിച്ചു. പ്രവാസികളുടെ എൻട്രി അനുമതികൾ, കുടുംബ വാണിജ്യ സന്ദർശന വിസകൾ, സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും ഗാർഹിക തൊഴിലാളികൾക്കുമുള്ള താമസാനുമതികൾ സംബന്ധിച്ച നിയമങ്ങൾ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം പരിഷ്കരിച്ചു. പുതിയ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. എല്ലാ വിഭാഗങ്ങളിലുമുള്ള എൻട്രി വിസകൾക്കും വിസിറ്റ് വിസകൾക്കും ഇനി പ്രതിമാസം 10 കുവൈത്ത് ദിനാർ ഫീസ് ഈടാക്കും. കുടുംബവും വാണിജ്യവും ഉൾപ്പെടെയുള്ള എല്ലാ സന്ദർശന വിസകൾക്കും ഈ നിരക്ക് ബാധകമാണ്. ഗാർഹിക തൊഴിലാളികൾക്ക് കുവൈത്തിന് പുറത്ത് പരമാവധി 4 മാസം മാത്രമേ തുടരാൻ അനുവദിക്കൂ. 4 മാസത്തിൽ കൂടുതൽ പുറത്തു നിൽക്കുകയും സ്പോൺസറുടെ അനുമതി ലഭിക്കാതിരിക്കുകയും
ചോദ്യം ചെയ്താൽ റെസിഡൻസി റദ്ദാക്കും. പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഗാർഹിക തൊഴിലാളികളുടെ പ്രായപരിധി 21 മുതൽ 60 വയസ്സ് വരെയായി നിശ്ചയിച്ചു. കുവൈറ്റിൽ ജനിക്കുന്ന പ്രവാസി കുട്ടികളുടെ ജനന രജിസ്ട്രേഷൻ 4 മാസത്തിനകം പൂർത്തിയാക്കണം. വൈകിയാൽ ആദ്യ മാസം ദിവസേന 2 ദിനാറും തുടർന്ന് പ്രതിദിനം 4 ദിനാറും പിഴ ഈടാക്കും. വിദേശ നിക്ഷേപകർക്ക് മന്ത്രിസഭ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പക്ഷം 15 വർഷം വരെ താമസാനുമതി അനുവദിക്കും. ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് ഭേദഗതികളുടെ ലക്ഷ്യമെന്നും നിയമലംഘനങ്ങൾക്ക് കർശന നടപടിയുണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1 കുവൈത്ത്. UAE-യിലെ പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ റാസൽ ഖൈമയിലെ ജബൽ ജെയ്സ് താൽക്കാലികമായി അടച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ മലയിടിച്ചിൽ ഉണ്ടായ സാഹചര്യത്തിൽ സന്ദർശകരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നടപടി. UAE-യിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരകളാണ് ജബൽ ജെയ്സ്. ഈ വർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് റാസൽ ഖൈമയിലായിരുന്നു. മലയിടിച്ചിലിൽ സന്ദർശകരുടെ നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിലായിരുന്നു. ഒമാനിൽ 200 കിലോയിലധികം മയക്കുമരുന്നുമായി അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തെ പൂട്ടി ആരോപി. സൗദി അധികാരികളുമായി സഹകരിച്ചാണ് സംഘത്തെ വലയിലാക്കിയത്. ഇത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലയെക്കുറിച്ചാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന് വിവരങ്ങൾ ലഭിച്ചത്. സൗദിയുടെയും ഒമാന്റെയും ആസൂത്രിത അന്വേഷണത്തിനൊടുവിലാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘത്തെ ഒമാനിൽ വലയിലാക്കിയത്. സൗദിയിലെ ജനറൽ ഡയറക്ടർ ഓഫ് ഡ്രഗ് കൺട്രോൾ പ്രതിനിധീകരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒമാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് മാഫിയ വലയിലായത്. പ്രതികളിൽ നിന്ന് 200 കിലോഗ്രാമിൽ കൂടുതൽ മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടലുകളിൽ മയക്കുമരുന്ന് കടത്താനുള്ള 2 ശ്രമങ്ങൾ പരാജയപ്പെടുത്താനായതായി ആർഒപി അറിയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലയെക്കുറിച്ചാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന് വിവരങ്ങൾ ലഭിച്ചത്. മയക്കുമരുന്ന് കടത്ത് ശൃംഖലയിൽ നിന്ന് കൂറുമാറിയുള്ള ഒരാൾ കുറ്റസമ്മതം നടത്തിയതോടെയാണ് ഒമാനിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തത്. മയക്കുമരുന്ന് വസ്തുക്കളുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും സുരക്ഷാ ഏജൻസികളുമായുള്ള ക്രിയാത്മകമായ സഹകരണം ഇരു രാജ്യങ്ങളും തുടരും. മീഡിയ 1 മസ്കത്ത്. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് ഒമാനിൽ. അൽബറക്ക പാലസിൽ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ സാധ്യതകൾ, ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള ശ്രമങ്ങൾ, പൊതുവായ താൽപര്യങ്ങൾ എന്നിവ ചർച്ചയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ശക്തമാക്കുന്നതിനുള്ള നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച. ഗെയിമിംഗ് ലോകം കീഴടക്കുന്ന സൗദി അറേബ്യ ആഗോള ഭീമനായ ഇലക്ട്രോണിക്സ് ആർട്സിനെ സ്വന്തമാക്കി. EA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗെയിമിംഗ് ലോകത്തെ ഭീമനെ സൗദി വാങ്ങിയത് $5500 കോടി. ഇടപാടുകൾ പൂർത്തിയാക്കിയ ഓഹരി ഉടമകൾ 2027 സൗദിക്ക് പൂർണ്ണമായും ഇത് കൈമാറും. ലോക പ്രശസ്ത വീഡിയോ ഗെയിം നിർമ്മാണ കമ്പനിയായ ഇലക്ട്രോണിക് ആർട്സ് അഥവാ EA വാങ്ങുന്നത് സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സൗദിയുടെ പൊതുഫണ്ടാണ് നിലവിൽ PIF എന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ഇതിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന് EA വിൽക്കാൻ ഓഹരി ഉടമകൾ അംഗീകാരം നൽകി. സിൽവർ ലേക്ക്, അഫിനിറ്റി പാർട്ട്നേഴ്സ് എന്നീ കമ്പനികൾ ഉൾപ്പെടുന്നതാണ് സൗദി ഫണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഈ സഖ്യം. ഏകദേശം $55 ബില്യൺ മൂല്യമുള്ള ഈ കരാർ വീഡിയോ ഗെയിം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇടപാടായിരിക്കും. തിങ്കളാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഓരോ ഓഹരിക്കും $210 എന്ന നിരക്കിൽ വിൽപ്പന നടത്താനാണ് നിക്ഷേപകർ തീരുമാനിച്ചത്. EA സ്പോർട്സ് FC, ബാറ്റിൽ ഫീൽഡ് തുടങ്ങിയ ഹിറ്റ് ഗെയിമുകളുടെ പ്രസാധകരായ EA ഇതോടെ പൂർണ്ണമായും ഒരു സ്വകാര്യ കമ്പനിയായി മാറും. 2027 ആദ്യ പകുതിയോടെ വിൽപ്പന നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. കമ്പനി സ്വകാര്യ മേഖലയിലേക്ക് മാറുന്നതോടെ ഓഹരി വിപണിയിലെ സമ്മർദ്ദങ്ങളില്ലാതെ കൂടുതൽ മികച്ച ഗെയിമുകൾ നിർമ്മിക്കാൻ ഡെവലപ്പർമാർക്ക് സാധിക്കും. പക്ഷേ 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇലക്ട്രോണിക്സ് ആർട്സിന്റെ ആസ്ഥാനം കാലിഫോർണിയയിൽ തന്നെ തുടരും. നിലവിലെ CEO ആൻഡ്രൂ വിൽസൺ തന്നെയായിരിക്കും തുടർന്നും CEO. ഇടപാട് പൂർത്തിയാക്കുന്നതോടെ EAയുടെ ഓഹരികൾ പബ്ലിക് മാർക്കറ്റിൽ നിന്നും പിൻവലിക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ബഹ്റൈനിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും ഗുണനിലവാരം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ഭേദഗതിക്ക് ഷൂറ കൌൺസിലിന്റെ അംഗീകാരം. 1998 നിയമത്തിൽ പുതുതായി കൊണ്ടുവരുന്ന 36 അനുച്ഛേദങ്ങളുള്ള ഭേദഗതിയാണ് ഷൂറ കൌൺസിൽ അംഗീകരിച്ചത്. രാജ്യത്ത് 3 പതിറ്റാണ്ടിനു ശേഷമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും വിപുലമായൊരു നിയമപരിഷ്കാരം നടക്കുന്നത്. ബഹ്റൈനിലെ സ്വകാര്യ സ്കൂളുകളുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണം ഇരട്ടിയായി വർദ്ധിച്ച സാഹചര്യത്തിൽ പഴയ നിയമം പര്യാപ്തമാകില്ലെന്ന വിലയിരുത്തലിലാണ് പുതിയ ഭേദഗതി. ഭേദഗതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ പ്രകാരം നഴ്സറികൾ, കിൻഡർ ഗാർഡനുകൾ എന്നിവയുൾപ്പെടെ എല്ലാ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി മുതൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും. മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ട്യൂഷൻ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വർധനവ് സാധിക്കില്ല. ഫീസ് വർധനവിനായി
നടപടികൾക്കായി സുതാര്യമായ അപ്പീൽ സംവിധാനവും മന്ത്രാലയം ഏർപ്പെടുത്തും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലൈസൻസിംഗ് നടപടികൾ കൂടുതൽ എളുപ്പമുള്ളതാക്കും. മന്ത്രാലയത്തിന്റെ പ്രാഥമിക അംഗീകാരത്തിന് ശേഷം മാത്രം മറ്റ് അതോറിറ്റികളിൽ നിന്നും അനുമതി തേടിയാൽ മതിയാകും. സ്വകാര്യ സ്കൂളുകളിൽ രക്ഷിതാക്കളുടെ കൗൺസിലുകൾ ഉറപ്പാക്കും. ഇത് സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. സ്കൂൾ ജീവനക്കാരുടെ നിയമനത്തിന് മുൻപ് ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് കർശനമായ പരിശോധനകൾ നടത്തും. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികളും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ 1,00,000 ദിനാർ വരെയാകും പിഴ അടയ്ക്കേണ്ടി വരിക. ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് 1 വർഷം വരെ തടവ് ശിക്ഷയും ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികളും നേരിടേണ്ടി വരും. മീഡിയ 1 ബഹ്റൈൻ. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സൗദിയിൽ നിക്ഷേപകർക്ക് പ്രീമിയം ഇഖാമ അനുവദിക്കുന്നതിനുള്ള നിയമത്തിൽ മാറ്റം വരുത്തി. 7 മില്യൺ റിയാലിന്റെ നിക്ഷേപം സൗദിയിലുള്ളതിനുള്ള ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ നിക്ഷേപകർക്കുള്ള പ്രീമിയം റെസിഡൻസി ലഭ്യമാകൂ എന്നതാണ് പുതിയ മാറ്റം. സൗദി പൗരന്മാർക്ക് തുല്യമായ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് പ്രീമിയം ഇഖാമ. സൗദിയിൽ വിവിധ പ്രൊഡക്റ്റുകളായാണ് പ്രീമിയം ഇഖാമ അനുവദിക്കുന്നത്. ഇതിൽ ഇൻവെസ്റ്റർ ഇഖാമയിലെ നിബന്ധനയിൽ മാത്രമാണ് മാറ്റം. മുൻ വർഷങ്ങളിൽ സൗദിയിൽ നിക്ഷേപകർക്കുള്ള പ്രീമിയം ഇഖാമ ലഭിക്കാനുള്ള നിബന്ധനകളിൽ ഒന്ന് 7 മില്യൺ റിയാൽ നിക്ഷേപം സൗദിയിൽ വേണമെന്നതാണ്. അത് പക്ഷേ അപേക്ഷയിൽ ചേർത്ത് പ്രീമിയം ഇഖാമ ലഭിച്ച് 2 വർഷത്തിനകം കാണിച്ചാൽ മതി. എന്നാൽ പുതിയ നിബന്ധന മാറി. ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ഹാജരാക്കി മൂലധനം എത്തിയതായി ബോധ്യപ്പെടുത്തിയാലേ ഇഖാമ ലഭിക്കൂ. പുതുതായി അപേക്ഷിക്കുന്ന ആളുകൾക്ക് കേവലം 7 മില്യൺ റിയാൽ ക്യാപിറ്റൽ സിആറിൽ കാണിച്ചതിന് ശേഷം അപേക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെ ക്യാപിറ്റൽ സിആറിൽ ആക്കിയതിനു ശേഷം 7 മില്യൺ റിയാൽ സൗദിയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് 7 മില്യണിലേക്ക് കടക്കുകയോ ചെയ്ത് ക്യാപിറ്റൽ കൃത്യമായിട്ട് 7 മില്യൺ എത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അവർക്ക് പ്രീമിയം ഇഖാമ അനുവദിക്കുകയുള്ളൂ. മാത്രമല്ല 10 എംപ്ലോയീസിന് ജോലി കൊടുത്തു എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ഗോസി സർട്ടിഫിക്കറ്റ് കൂടി, കമ്പനിയുടെ ഗോസി സർട്ടിഫിക്കറ്റ് കൂടി പ്രീമിയം റെസിഡൻസിയുടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. പ്രീമിയം ഇഖാമയുടെ ഇതര കാറ്റഗറിയിൽ മാറ്റമില്ല. 8 ലക്ഷം റിയാൽ നൽകിയുള്ള ആജീവനാന്ത ഇഖാമയോ ഓരോ വർഷം 1 ലക്ഷം നൽകിയുള്ള പ്രീമിയം ഇഖാമകളോ അതുപോലെ തുടരുന്നുണ്ട്. എഞ്ചിനീയർ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർ പോലുള്ള ആളുകൾക്കും അതുപോലെ CEO പോലുള്ള ആളുകൾക്കുള്ള കാറ്റഗറിയിലൊന്നും യാതൊരു ചേഞ്ചസും ഇല്ല. അത് അതേപോലെ തന്നെ അവരുടെ സാലറിയുടെ ബേസിൽ, ഉദാഹരണത്തിന് 80,000 റിയാൽ സാലറിയുള്ള ആളുകൾക്ക് CEO പോസ്റ്റ് അല്ലെങ്കിൽ ജനറൽ മാനേജർ പോസ്റ്റുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്രീമിയം റെസിഡൻസിക്ക് അപേക്ഷിക്കാം. അതുപോലെ എഞ്ചിനീയേഴ്സ് പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർ പോലുള്ള മെഡിക്കൽ മേഖലയിലുള്ള വിദഗ്ധർക്ക് 35,000 റിയാൽ സാലറിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്രീമിയം റെസിഡൻസിക്ക് അപേക്ഷിക്കാം. ദുരുപയോഗം തടയാനാണ് പുതിയ നിബന്ധനയെന്ന് കൺസൾട്ടൻസി രംഗത്തുള്ളവർ സൂചിപ്പിക്കുന്നു. വിവിധ കാറ്റഗറിയിൽ പ്രീമിയം ഇഖാമ സ്വന്തമാക്കുന്നവരുടെ എണ്ണം ഇപ്പോഴും സൗദിയിൽ തുടരുകയാണ്. മീഡിയ 1 റിയാദ്. ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ മസ്കത്ത് നഗരവും. റൂവിയിലെ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിൽ ഒരുക്കിയിരിക്കുന്ന ക്രിസ്മസ് വില്ലേജ് കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ക്രിസ്മസ് ഗ്രാമം. മസ്കറ്റിലെ പ്രവാസികളും ക്രിസ്മസ് ലഹരിയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഓർത്തഡോക്സ് ചർച്ചിലാണ്, അതായത് റൂവിയിലെ ഓർത്തഡോക്സ് ചർച്ചിലാണ്. ഇവിടെ ഒരു ക്രിസ്മസ് ഗ്രാമം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ബേത്ലഹേമിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ മനോഹരമായി ഒരുക്കിയ ഗ്രാമം ക്രിസ്മസ് സന്ദേശം പകരുന്ന ദൃശ്യാവിഷ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ക്രിസ്മസിൻ്റെ കാലത്ത് കൂടെയാണ് നാം കടന്നു പോകുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു യാത്രയാണ്. ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കുവാനാണ് വന്നത്. ആ മഹാസന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. അത് ആഘോഷങ്ങളിലൂടെ നാം കാണുന്നു. പ്രത്യേകിച്ച് ഈ PCയുടെ മുറ്റം മുഴുവനും ഇതുപോലെ അലങ്കരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. 100 കണക്കിന് പേരാണ് ദൃശ്യവിരുന്ന് ആസ്വദിക്കാനായി ക്രിസ്മസ് ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ക്രിസ്മസ് ഗ്രാമം ഒരുക്കിയിരിക്കുന്നത്. The decoration looks really pretty, especially this year. I've never come to this area of the church, and it looks really nice, very gorgeous place. ഈ വർഷം വളരെ മനോഹരമായിട്ട് ബെത്ലഹേം അവർ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്.
ഇവിടെയുള്ള അലങ്കാരങ്ങളും പുൽക്കൂടുകളും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ഭാഗമായി ഒമാനിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ഇടവക അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച ക്രിസ്മസ് ട്രീ, പുൽക്കൂട് മത്സരം എന്നിവ നടക്കും. തുടർന്ന് സമാപന ദിവസമായ ഡിസംബർ 27 ക്രിസ്മസ് കേക്ക് അലങ്കാരം, സാന്താക്ലോസ്, കൊയർ ഗ്രൂപ്പുകളുടെ ക്രിസ്മസ് കരോൾ തുടങ്ങി വിവിധ മത്സരങ്ങളും നടത്തും. മീഡിയ 1 മസ്കത്ത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ട്രെയിൻ ഓട്ടോയിലിടിച്ച അപകടം. വർക്കല അകത്തുമുറിയിലാണ് സംഭവം. ഓട്ടോ നിയന്ത്രണം തെറ്റി പ്ലാറ്റ്ഫോമിലേക്ക് കയറിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. സഫാൻ VP വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, ഇത് എങ്ങനെയാണ് ഈ ഓട്ടോയിൽ ട്രെയിൻ ഇടിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? അമൃത, കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിന് വർക്കലക്കടുത്ത് അകത്തുമുറിയിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നത്. ഓട്ടോയിലേക്ക് ഈ വന്ദേ ഭാരത് ഇടിച്ചു കയറുകയായിരുന്നു. ഓട്ടോ എങ്ങനെയാണ് ട്രാക്കിലേക്ക് കയറിയത് എന്നും റെയിൽവേ അധികൃതരോട് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടി ലഭിക്കുന്നില്ല. ഏതായാലും ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആളും ഓടി മാറുകയായിരുന്നു. ഇദ്ദേഹത്തെ ലഭിച്ചാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. അയാൾക്ക് പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നും ഇയാൾ ഈ ട്രെയിൻ വന്ന ഉടനെ തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. റോഡിൽ നിന്നും വന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അപകടത്തിൽ ഏതായാലും ആർക്കും പരിക്കേറ്റിട്ടില്ല. ഈ ട്രാക്കിൽ നിന്ന് ഓട്ടോറിക്ഷ മാറ്റിയ ഉടനെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയം മുമ്പ് ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഓട്ടോയിൽ ഡ്രൈവർ മാത്രമാണോ സഫാൻ ഉണ്ടായിരുന്നത്? ഈ റെയിൽവേ അധികൃതരുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഓട്ടോയിൽ ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് റെയിൽവേ അധികൃതരുമായിട്ടും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും സംസാരിക്കുമ്പോൾ ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾ ഓടി മറിയുന്നതും മറ്റൊക്കെ ചില ഉദ്യോഗസ്ഥർ കണ്ടിരുന്നെങ്കിലും ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ എങ്ങനെയാണ് ഈ ട്രാക്കിലേക്ക് ഈ വാഹനം വന്നത്, അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്, എങ്ങനെയാണ് അപകടം വന്നത് എന്നൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊന്നും ഇത് കണ്ടില്ല അല്ലെങ്കിൽ ഇത് അറിഞ്ഞില്ല എന്നാണോ? ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം, പ്രാഥമികമായിട്ടുള്ള വിവരം അനുസരിച്ച് ഇദ്ദേഹം ഓടി മാറുകയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം നൽകുന്നത്. ഏതായാലും ഇതൊരു റെയിൽവേ സ്റ്റേഷനോട് അടുത്ത സ്ഥലമല്ല. അതാണ് ഈ ഒരു ട്രാക്കിനോട്, വിജനമായ ട്രാക്കിനോട് അടുത്ത സ്ഥലമായതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ആളുകൾക്ക് ഈ വിവരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാത്തതും ഇദ്ദേഹം ഓടി രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വർക്കലക്ക് അടുത്ത് അകത്തുമുറിയിലാണ്, ഈ റെയിൽവേ പാളത്തിനടുത്താണ് ഈ ട്രെയിനിന് സമീപത്ത് ഇത്തരത്തിൽ ഓട്ടോ വരികയും പെട്ടെന്ന് തന്നെ ലോക്കോ പൈലറ്റ് ഈ ട്രെയിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഓട്ടോയിൽ ഇടിച്ച് ഒരു അപകടം ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിവരങ്ങളാണ് അമൃത ലഭ്യമാകുന്നത്. ഏതായാലും ഈ ഡ്രൈവറെ കണ്ടെത്തിയാൽ മാത്രമേ എങ്ങനെയാണ് ഈ ഇതിലേക്ക് ഈ വാഹനം ഇവിടെ എത്തിയത്, അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നൊക്കെയുള്ള തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ അമൃത. ഇത് ഈ ഓട്ടോ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഡ്രൈവർ ആരാണ് എന്നൊക്കെ പോലീസിന് മനസ്സിലായിട്ടുണ്ടാകില്ലേ? ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ സഫാൻ? അല്പം മുമ്പാണ് അമൃത ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം തന്നെ ഓട്ടോ അവിടുന്ന് മാറ്റുകയും ട്രെയിൻ പുറപ്പെടാനുള്ള നടപടിക്രമങ്ങളാണ് റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയും ഭാഗത്തും ഉണ്ടാകുന്നത്. അല്പം മുമ്പ് തന്നെ ട്രെയിൻ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമൃത. സഫാൻ VP ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സൗദിയിൽ പ്രതിദിനം 2000 റിയാലിലേറെ വരുമാനമുള്ള മുഴുവൻ ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും 2026 ജനുവരി മുതൽ സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിയിലേക്ക് ബില്ലിംഗ് സിസ്റ്റം ബന്ധിപ്പിക്കണം. മില്യൺ റിയാൽ വാർഷിക വരുമാനമുള്ളവർക്ക് ഇത് നടപ്പാക്കാനുള്ള കാലാവധി ഈ മാസം അവസാനിക്കും. അശ്രദ്ധ മൂലം നിരവധി സ്ഥാപനങ്ങൾക്ക് പിഴ വീഴുന്നതായി സൗദിയിലെ നൊമിസോ ടെക്നോളജി ഗ്രൂപ്പ് പറയുന്നു. ഇത് തടയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്തുണയോടെ ബിസിനസ്സുകാർക്കായി സംവിധാനം നൊമിസോ ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം ഡിസംബർ 31 മുന്നോടിയായി മില്യൺ റിയാൽ വാർഷിക വരുമാനമുള്ള സ്ഥാപനങ്ങൾ, കമ്പനികൾ, ഗ്രൂപ്പുകൾ സക്കാത്ത് ടാക്സ് അതോറിറ്റിയുടെ ഫത്തൂറ പ്ലാറ്റ്ഫോമിലേക്ക് സ്ഥാപനത്തിലെ ബില്ലിംഗ് സിസ്റ്റം ബന്ധിപ്പിക്കേണ്ടി വരും.
അതായത് പ്രതിദിനം 2700 റിയാൽ വരുമാനമുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. ജനുവരിക്ക് ശേഷം വർഷം 7.5 ലക്ഷം റിയാൽ വരുമാനമുള്ള പ്രതിദിനം 2000 റിയാലിലേറെ ബില്ലിംഗ് വരുന്ന കമ്പനികൾക്കും എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും ഫത്തൂറ ഇന്റഗ്രേഷൻ ബാധകമായിരിക്കും. ഇത് അവസാന നിമിഷം ചെയ്യുന്നതോടെ പല സ്ഥാപനങ്ങൾക്കും പിന്നീട് പിഴ ലഭിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് IT സോഫ്റ്റ്വെയർ മേഖലയിലെ വിതരണക്കാർക്കായി നോമിസോ ടെക്നോളജി ഗ്രൂപ്പിന് കീഴിൽ ബോധവൽക്കരണം നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിസിനസ്സിലേക്ക് എങ്ങനെ നടപ്പാക്കാമെന്നതും ചർച്ചയായി. ജിദ്ദ ഒബഹോറിലെ ഹൗദ ഹോട്ടലായിരുന്നു വേദി. AI ആൻഡ് മെഷീൻ ലേണിംഗ് വെച്ച് ഡെവലപ്പ് ചെയ്ത ഞങ്ങൾ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഒരു സെക്കയിലേക്ക് ഒരു ഇൻവോയ്സ് അയച്ചു കഴിഞ്ഞാൽ എത്ര ട്രാൻസാക്ഷൻ ഡെയിലി അയച്ചിട്ടുണ്ട്, എത്രണ്ണം ഇൻവോയ്സ് ക്ലിയർ ആയിട്ടുണ്ട്, എത്രണ്ണം വാർണിംഗ് വന്നിട്ടുണ്ട്, അതുപോലെ എന്തെങ്കിലും ഇൻവോയ്സ് ഇനി സബ്മിറ്റ് ചെയ്യാൻ പെൻഡിങ് ഉണ്ടോ, അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഇൻവോയ്സ് എങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഞങ്ങളുടെ പാനൽ 6 വർഷത്തോളം സെക്കയിലേക്ക് അയച്ചിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും സ്റ്റോർഡ് ആയിരിക്കും. അതുപോലെ അതിന്റെ PDF അല്ലെങ്കിൽ XML ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനവും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ഥാപനങ്ങളുടെ ബില്ലിംഗ് സിസ്റ്റം സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി അഥവാ ZKയിലേക്ക് ബന്ധിപ്പിച്ചാൽ മാത്രം പോരാ. ZKയിലേക്ക് പോകുന്ന ബില്ലുകൾ ഏതെങ്കിലും നിരസിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും നിരീക്ഷിക്കണം. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്കാണ് പിഴ വീഴുന്നത്. ഇത് തടയാൻ സ്ഥാപനങ്ങൾ AI സാങ്കേതിക വിദ്യയിലൂടെ നിരീക്ഷിക്കാനാകും. ഇതിനുള്ള സംവിധാനമാണ് നോമിസോ ടെക്നോളജി നൽകുന്നത്. AI പിന്തുണയുള്ള ഡാഷ്ബോർഡിലൂടെ വീഴ്ചകളും അതോറിറ്റിയിൽ നിന്നുള്ള മുന്നറിയിപ്പുകളും തിരിച്ചറിയാനാകും. شركة نوميزو لتقنية المعلومات منصة الذكاء الصناعي لدعم الشركات والمؤسسات. عندنا أهم النقاط في هذا النظام مركز الاتصال بالذكاء الصناعي، منصات التواصل الاجتماعي، إدارة العلاقات والعملاء، تحليل المشاعر والأمن السبراني. പലപ്പോഴായി മാറ്റം വരുന്ന സക്കാത്ത് ടാക്സ് അതോറിറ്റിയുടെ സിസ്റ്റത്തിലെ അപ്ഡേറ്റുകളും AI പിന്തുണയുള്ള ഡാഷ്ബോർഡ് വഴി ഉറപ്പാക്കാനാകും. സൗദിയിൽ എല്ലായിടത്തും സേവനം ലഭ്യമാണെന്നും നോമിസോ അറിയിച്ചു. പുതിയ ഘട്ടം ഫത്തൂറയുമായും ഡാഷ്ബോർഡ് സംബന്ധിച്ചും സംശയമുള്ളവർക്ക് 05466000887 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മീഡിയ 1 റിയാദ്. മൂന്നാം തവണയും മികച്ച അറബ് സർവകലാശാല പട്ടികയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി സൗദിയിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റി. UAEയും ഒമാനുമാണ് തൊട്ടുപിറകിലുള്ളത്. 20 അറബ് രാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ് പട്ടിക. സൗദിയിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റിയാണ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തിയത്. തുടർച്ചയായി 3-ാം തവണയാണ് നേട്ടം. അറബ് യൂണിവേഴ്സിറ്റികളുടെ അസോസിയേഷനാണ് റാങ്കിംഗ് പട്ടിക പുറത്തിറക്കിയത്. വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം, നവീകരണം, സംരംഭകത്വം, പ്രാദേശിക അന്താരാഷ്ട്ര സഹകരണം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിലെ സമഗ്രമായ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനം നിശ്ചയിച്ചത്. UAE യൂണിവേഴ്സിറ്റി 2-ാം സ്ഥാനവും ഒമാനിലെ സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. യൂണിവേഴ്സിറ്റി ഓഫ് ജോർദാൻ, അബുദാബി യൂണിവേഴ്സിറ്റി, സൗദിയുടെ കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി, ഈജിപ്തിലെ ഖൈറോ യൂണിവേഴ്സിറ്റി, ഷാർജ യൂണിവേഴ്സിറ്റി, തുനീസ് അൽമനാർ യൂണിവേഴ്സിറ്റി, ഐൻ ഷംസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയവയും പട്ടികയിൽ മുന്നിലുണ്ട്. 20 അറബ് രാജ്യങ്ങളിൽ നിന്നാണ് പട്ടിക തയ്യാറാക്കിയത്. പങ്കെടുത്തത് 236 യൂണിവേഴ്സിറ്റികളുമാണ്. ശാസ്ത്ര ഗവേഷണത്തിന്റെ തുടർച്ചയായ നേട്ടങ്ങളാണ് കിങ് സൗദ് യൂണിവേഴ്സിറ്റിയെ പട്ടികയിൽ മുന്നിലെത്തിച്ചത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. താരങ്ങളുടെ ട്രാൻസ്ഫറിനുള്ള സൗദി ക്ലബ്ബ് അൽ നസറിന്റെ വിലക്ക് നീക്കി ഫിഫ. രജിസ്ട്രേഷൻ വിലക്കുള്ള ക്ലബ്ബുകളുടെ പട്ടികയിൽ നിന്നാണ് അൽ നസറിന്റെ പേര് മാറ്റിയത്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് പ്രതിരോധ താരം ഇംബ്രിക് ലപ്പോർട്ടയെ ടീമിലെത്തിച്ചതിനുള്ള കൈമാറ്റ തുക തീർപ്പാക്കിയതിനെ തുടർന്നാണ് വിലക്ക് നീക്കിയത്. ഏകദേശം 9 ദശലക്ഷം യൂറോ ആയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്ക് നൽകാനുണ്ടായിരുന്നത്. വിലക്ക് നീങ്ങിയതോടെ ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിന് പുതിയ കളിക്കാരെ ടീമിലെത്തിക്കാൻ സാധിക്കും. സൗദിയിൽ ബാങ്കിംഗ് സേവന നിരക്കുകൾ സെൻട്രൽ ബാങ്ക് കുറച്ചു. ട്രാൻസ്ഫറിനുള്ള തുകയും കാർഡുകൾ റീഇഷ്യൂ ചെയ്യാനുള്ള നിരക്കുകളും കുറച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഇടപാടുകൾക്കുള്ള നിരക്ക് 2% നിശ്ചയിച്ചു. ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഗുണമാകുന്നതാണ് പ്രഖ്യാപനം. മുകളിലുള്ള തുക അന്താരാഷ്ട്ര ട്രാൻസാക്ഷൻ ഫീസ് 2% കുറച്ചതാണ് പ്രധാന മാറ്റം. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറത്ത് മദാ കാർഡ് ഉപയോഗിച്ചുള്ള അന്താരാഷ്ട്ര പണം പിൻവലിക്കലിന് മൂല്യത്തിന്റെ 3% ഫീ നിരക്ക് കുറച്ചു. പരമാവധി തുക 25 റിയാലായും നിശ്ചയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ബാധകമല്ല. രാജ്യത്തിനുള്ളിൽ 2500 റിയാൽ വരെ ട്രാൻസ്ഫർ നടത്താൻ ഇനി ഫീസായി 50 ഹലാല മതി. അതിനു മുകളിലുള്ള തുകയ്ക്ക് 1 റിയാലും മാത്രമായിരിക്കും ഫീസ്. 1 വർഷത്തിന് താഴെയുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിനും സർട്ടിഫിക്കറ്റുകൾക്കും ഫീസ് നൽകേണ്ടതില്ല. മദാ കാർഡ് റീഇഷ്യൂ ചെയ്യാനുള്ള ഫീ പരമാവധി 10 റിയാലായും നിശ്ചയിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഒഴികെയുള്ള വായ്പയ്ക്ക് ഈടാക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഫീസുകൾ വായ്പയുടെ 1% അല്ലെങ്കിൽ പരമാവധി 5000 റിയാൽ വരെയായിരുന്നു ഫീസ്.
ഇത് പരമാവധി 2500 റിയാലായും നിശ്ചയിച്ചു. ഉപഭോക്തൃ വായ്പകൾക്കും വാഹന വായ്പകൾക്കും ആശ്വാസമാകുന്നതാണ് നടപടി. ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. പുതിയ നിരക്കുകൾ 60 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണം. മീഡിയ 1 ജിദ്ദ. ബഹ്റൈൻ വിമാനത്താവളത്തിൽ ഇന്ത്യൻ യാത്രക്കാരനെ തടഞ്ഞുവെച്ച് പണം അപഹരിച്ച കേസിൽ 2 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിയിൽ. 3500 സൗദി റിയാലാണ് യാത്രക്കാരനിൽ നിന്ന് ഉദ്യോഗസ്ഥർ മോഷ്ടിച്ചത്. അബുദാബിയിലേക്ക് പോകാനായി ബഹ്റൈൻ എയർപോർട്ടിലെത്തിയ ഇന്ത്യൻ യാത്രക്കാരനെ സ്വദേശികളായ 2 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടയുകയും നിർബന്ധിച്ച് വിമാനത്താവളത്തിലെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. അവിടെയുണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളിയോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട ശേഷം ഈ ഉദ്യോഗസ്ഥർ യാത്രക്കാരനെ ഒരു ക്യാബിനുള്ളിൽ പൂട്ടിയിട്ടു. പിന്നീട് യാത്രക്കാരന്റെ കൈവശം എത്ര പണമുണ്ടെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ചോദ്യം. 40,100 സൗദി റിയാൽ കയ്യിലുണ്ടെന്ന് അറിയിച്ചപ്പോൾ ബലാത്കാരമായി അത് പിടിച്ചുവാങ്ങി പരിശോധിച്ചുവെന്നും യാത്രക്കാരൻ വ്യക്തമാക്കി. അതിനുശേഷമാണ് അദ്ദേഹത്തെ വിമാനത്തിനുള്ളിലേക്ക് കയറ്റിവിടുന്നത്. വിമാനത്തിൽ കയറിയ ശേഷം എണ്ണി നോക്കിയപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന പണത്തിൽ നിന്ന് 3500 റിയാൽ നഷ്ടപ്പെട്ടതായി യാത്രക്കാരൻ തിരിച്ചറിഞ്ഞത്. തുടർന്ന് 2 ദിവസത്തിനു ശേഷം തിരിച്ച് ബഹ്റൈനിലെത്തിയ യാത്രക്കാരൻ അധികൃതർക്ക് നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ യാത്രക്കാരനെതിരെ നടന്ന അതിക്രമം അധികാരികൾക്ക് ബോധ്യപ്പെട്ടു. ഉദ്യോഗസ്ഥർ ഇയാളെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ തെളിവായി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പണം മോഷ്ടിച്ചതായും അത് ഇരുവരും ചേർന്ന് വീതിച്ചെടുത്തതായും കുറ്റസമ്മതം നടത്തി. മുൻപും സമാനമായി യാത്രക്കാരെ കൊള്ളയടിച്ചിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തി. ശുചീകരണ തൊഴിലാളിയുടെ സാക്ഷിമൊഴിയും പ്രതികൾക്കെതിരായ പ്രധാന തെളിവായി കോടതി സ്വീകരിച്ചു. പ്രതികൾ നിലവിൽ ബഹ്റൈൻ ഹൈക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടുകയാണ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് മോഷണം നടത്തുക, അന്യായമായി ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക, കസ്റ്റംസ് നിയമങ്ങൾ ലംഘിച്ച് പരിശോധന നടത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കുന്നതിനായി കോടതി കേസ് ഡിസംബർ 28 മാറ്റിവെച്ചിട്ടുണ്ട്. മീഡിയ 1 ബഹ്റൈൻ. മൃഗങ്ങളുടെ ചികിത്സ, ആരോഗ്യം എന്നിവ സംബന്ധിച്ച് പുതിയ നിയമം പാസാക്കിയിരിക്കുകയാണ് അബുദാബി. അഡാപ്സ അഥവാ അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലായിരിക്കും വെറ്ററിനറി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിശദാംശങ്ങൾ അഖില ജി മോഹൻ നൽകും. അമൃത, മൃഗങ്ങളുടെ ചികിത്സ, ആരോഗ്യം തുടങ്ങിയവ സംബന്ധിച്ച് ബഹ്റിൻ പുതിയ ഒരു നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ നിയമത്തിലെ പ്രധാന മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. ലൈസൻസ് അഡാപ്സ വഴിയാണ് ഇനി ലഭിക്കുക. അബുദാബിയിലെ പുതിയ വെറ്ററിനറി നിയമത്തിൽ ലൈസൻസ് ഇനി അഡാപ്സ വഴിയാകും ലഭിക്കുക. വെറ്റിനറി സ്ഥാപനങ്ങൾ, വെറ്റ് ജീവനക്കാർ, മൃഗ ഡോക്ടർമാർ എന്നിവർക്ക് ലൈസൻസ് നൽകുന്നത് അഡാപ്സ എന്ന അതോറിറ്റി ആയിരിക്കും എന്നതാണ് ഈ ഒരു നിയമത്തിന്റെ പ്രത്യേകത. ഇതിൽ മുൻകൂർ അനുമതി നിർബന്ധമാണ്. ഇനി മുതൽ മുൻകൂർ അനുമതി നിർബന്ധമായിരിക്കും. മൃഗങ്ങളുടെ ചികിത്സ, മൃഗ ഡോക്ടറുടെ നിയമനം എന്നിവർക്ക് അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വേണം എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. നിയമം ലംഘിച്ചാൽ കടുത്ത പിഴ ഈടാക്കേണ്ടി വരും. വെറ്ററിനറി രംഗത്ത് നിയമലംഘനം കണ്ടെത്തിയാൽ അഡാപ്സ പിഴ ഈടാക്കും. ആവർത്തിച്ചാൽ ഇരട്ടി പിഴയാകും ഉണ്ടാകുക. 1 വർഷത്തിനകം നിയമലംഘനം ആണെങ്കിൽ പിഴ വീണ്ടും ഇരട്ടിയാകും. ഇനി ഇത് സംബന്ധിച്ച ബോധവൽക്കരണം, പുതിയ നിയമം സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തും. മൃഗസംരക്ഷണ രംഗത്തുള്ളവർ, കർഷകർ എന്നിവർക്കിടയിലാണ് പുതിയ നിയമം സംബന്ധിച്ച ബോധവൽക്കരണം നടത്തുക. അമൃത. ശരി. അഭിനയത്തിൽ വിജയിക്കാൻ കുറുക്കുവഴികളില്ല എന്ന് നടൻ മോഹൻലാൽ. 48 വർഷമായി താൻ സിനിമയിൽ വന്നിട്ട് കഠിനാധ്വാനവും ഭാഗ്യവും മാത്രമാണ് വിജയത്തിലേക്കുള്ള വഴിയെന്നും അദ്ദേഹം പറഞ്ഞു. വൃഷഭ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുബൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Even though if you work hard also you don't get, but this is basically that kind of commitment and desire, that kind of asking to the nature, so many combinations. So no shortcuts, not tips. Thank you. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ചത് മലയാള സിനിമയാണെന്ന് പ്രൊഡ്യൂസർ എക്ത കപൂർ. എക്തയുടെ വാക്കുകൾക്ക് നന്ദി പറഞ്ഞ നടൻ മോഹൻലാൽ. ഇടയ്ക്ക് എല്ലാ ഇൻഡസ്ട്രികളിലും സംഭവിക്കാറുള്ള ചില താഴ്ചകൾ തങ്ങൾക്ക് സംഭവിക്കാറുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. ദുബൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. So nice to be here in Dubai on this platform with so many great actors and above all a legend like Mohanlal sir. What a big honor for Balaji to step foot into the Malayalam film industry with a man who is known as Lalitan, the most revered actor of our times. And when this project came to us, we thought it was a sign of God
that we finally got a chance to enter one of the most prolific content comes out of Malayalam cinema. The best content in India today is Malayalam content, and the one who has signifies and who is synonymous with this content is the Mohanlal sir. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ സേവന കേന്ദ്രം റിയാദിലൊരുങ്ങും. ഹെലികോപ്റ്റർ വിതരണക്കാരായ റോട്ടർ ട്രേഡുമായാണ് കരാർ. മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ സേവനങ്ങളും ഒറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അത്യാധുനിക ഹെലികോപ്റ്റർ സേവന കേന്ദ്രമായ ഹെലി പാർക്ക് സംവിധാനമാണ് ഒരുങ്ങുന്നത്. റിയാദിലായിരിക്കും പദ്ധതി. മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കൻ മേഖലകളിലെയും ആദ്യത്തെ ഹെലികോപ്റ്റർ സേവന കേന്ദ്രമാവും ഇത്. റിയാദിലെ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് സോണും ഹെലികോപ്റ്റർ വിതരണക്കാരായ റോട്ടർ ട്രേഡും തമ്മിലാണ് കരാർ. 20,000 ചതുരശ്ര മീറ്ററിലായിരിക്കും പദ്ധതി. ഹെലികോപ്റ്ററുകൾക്കായുള്ള പ്രത്യേക ഹാങ്ങറുകൾ, അത്യാധുനിക വർക്ക്ഷോപ്പുകൾ, ഹെലിപാഡുകൾ എന്നിവ സജ്ജീകരിക്കും. ഹെലികോപ്റ്ററുകളുടെ വിൽപ്പന, അറ്റകുറ്റപ്പണികൾ, സ്പെയർ പാർട്സ് ലഭ്യമാക്കൽ തുടങ്ങി എല്ലാവിധ സേവനങ്ങളും ഒരൊറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ആഗോള വ്യോമയാന രംഗത്ത് സൗദിയുടെ സ്ഥാനം മെച്ചപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയവയും ലക്ഷ്യങ്ങളാണ്. കാലാവധി കഴിഞ്ഞ ഹെലികോപ്റ്ററുകൾ അഴിച്ചുമാറ്റി പാർട്സുകൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ മാറ്റുന്നതിനുള്ള സംവിധാനവും ഹെലി പാർക്കിലുണ്ടാകും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മീഡിയ 1 ടീ ടൈം ദോഹ റണ്ണിന് ആശംസകളുമായി ഖത്തറിലെ റണ്ണർമാർ. മത്സരത്തിനായി കാത്തിരിക്കുകയാണെന്ന് പ്രവാസികളടക്കമുള്ളവർ പ്രതികരിച്ചു. ഡിസംബർ 26 അൽബിദ പാർക്കിലാണ് ദോഹ റൺ അരങ്ങേറുന്നത്. എൻ്റെ ഫസ്റ്റത്തെ റേസ്, ശരിക്കത്തെ റേസ് ഞാൻ ഓടിയത് മീഡിയ 1 ആയിരുന്നു. കഴിഞ്ഞ വർഷം 2.5 കിലോമീറ്റർ വിഭാഗത്തിൽ പങ്കെടുത്തതിന്റെ ആത്മവിശ്വാസമാണ് മുഹമ്മദ് ആഹിലിന് കൂട്ട്. ഇത്തവണയും താൻ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ഈ 7ാം ക്ലാസ്സുകാരൻ. നല്ല പ്രോഗ്രാം ആയിരുന്നു, നല്ല ലെവൽ പ്ലാൻ ചെയ്യുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ 2.5 കിലോമീറ്റർ. ഇറ്റ് വാസ് വെരി ടയറിങ്. എൻ്റെ ഫസ്റ്റ് ടൈം, അതുകൊണ്ട് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ അബ്ബയിലുണ്ടായിരുന്നു മോട്ടിവേഷൻ. ഞാൻ രജിസ്റ്റർ ചെയ്തിന് ഫോർ ദ നെക്സ്റ്റ് ഇയർ. മീഡിയ 1 റേസിനായി കുടുംബത്തോടൊപ്പം രജിസ്റ്റർ ചെയ്തു കാത്തിരിക്കുകയാണ് ആഹിലിന്റെ ഉപ്പ മുഹമ്മദ് ബൻസീർ. കഴിഞ്ഞ മീഡിയ 1 റേസ് അതിലുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഒരുപാടുണ്ട്. ഈ ഇമ്പ്രൂവ്മെൻറ്റ് ഇനി ഈ വരുന്ന മീഡിയ 1 നല്ല ഇതിനെക്കാട്ടി നല്ല പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൂട്ടത്തിൽ ഇതെല്ലാം ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ സ്വന്തം കഴിവിനെ നമ്മൾ തന്നെ തെളിയിക്കുകയാണ്. അപ്പോൾ ഹെൽത്തും കൂടി അത് കെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളും വരുന്നുണ്ട് മീഡിയ 1 പ്രോഗ്രാം. അത് നിങ്ങളും കൂടെ ജോയിൻ ചെയ്യാം. ഓടാൻ ഇത്രയും നല്ല കാലാവസ്ഥ ഇനി എപ്പോൾ കിട്ടുമെന്ന് ചോദിക്കുന്നു ദോഹയിൽ എഞ്ചിനീയറും റണ്ണറുമായ മാസൂം. യൂഷ്വലി ഇവിടുത്തെ സമ്മേഴ്സ് കുറച്ചൊരു എക്സ്ട്രീമാണ് ഇൻ ടേംസ് ഓഫ് ആൾക്കാർക്ക് മോർണിംഗിൽ റൺ ചെയ്യാനും കാര്യങ്ങളും. ഈ ഒരു ടൈമിൽ വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റുമാണ്. ഐ തിങ്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്ന മീഡിയ 1 റണ്ണിൻ്റെ ടൈമിങ് വളരെ പെർഫെക്റ്റ് ആണ് ഇൻ ടേംസ് ഓഫ് ആൾക്കാർക്ക് റൺ ചെയ്യാൻ. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്നുള്ളൊരു സംഭവത്തിലല്ല, എല്ലാവർക്കും ഒത്തൊരുമിച്ച് വന്ന് അതിൻ്റെ ഒരു കിട്ടുന്ന ആ ഒരു എനർജി എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളപ്പോൾ ഈ ഒരു നല്ലൊരു മോർണിംഗ് ആണ്, നല്ല ക്ലൈമറ്റ് ആണ്. അപ്പോൾ ആ ഒരു കിട്ടുന്ന എനർജിയിൽ ആൾക്കാർക്ക് ഒത്തൊരുമിച്ച് റൺ ചെയ്യാം. ഹെൽത്തിന് ബെനിഫിറ്റ് ആണ്, സോഷ്യലൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ എലമെൻസും കൂടി വരുന്ന ഒരു ടൈമാണ്. കഴിഞ്ഞ വർഷത്തെ റൺ അനുഭവം UK നിന്നുള്ള ബാസിത്ത് അലി ഓർത്തെടുത്തത് ഇങ്ങനെ. The experience was fantastic. I saw so many people taking part. It was very successful. Involved the whole community, from adults to teenagers to the young children. Everybody had a wonderful time. I think it was really, really well organized. So well done to the organizers. And inshallah, we'll have more opportunities to take part in the future on the Doha Run. ഖത്തർ ദേശീയ ടീമിലെ മുൻ നീന്തൽ താരം അഹമ്മദ് യൂസുഫും UK റണ്ണർ കാർല ഡില്ലും ഇത്തരം സംരംഭങ്ങൾക്ക് ഖത്തർ നൽകുന്ന പിന്തുണ എടുത്തു പറയുന്നു. It's very excellent. This is what we talk about. This kind of races build the base for the kids, build the base for the young people to start a normal, healthy life. And this is the point of for all kind of races like this. I think encouraging people and seeing people getting active and enjoying, healthy active lifestyle and all these events, I think is just such a great thing. റണ്ണിനായുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. രജിസ്റ്റർ ചെയ്തവർക്കുള്ള ടീഷർട്ട്, ഇലക്ട്രോണിക് ബിബ്, റേസ് കിറ്റ് എന്നിവ വൈകാതെ വിതരണം ചെയ്യും. ദോഹ റണ്ണിന്റെ 3ാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത്. ഖത്തർ സ്പോർട്സ് ഫോർ ആൾ ഫെഡറേഷന്റെ ആപ്ലിക്കേഷൻ വഴി റണ്ണിനായി രജിസ്റ്റർ ചെയ്യാം. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ആകെ 5 വിഭാഗത്തിലാണ് മത്സരമുള്ളത്. മീഡിയ 1 ദോഹ.
ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് ഉയരുന്നതിന് മുൻപായി ഇൻഷുറൻസ് പുതുക്കാൻ തിരക്കുകൂട്ടി കുവൈത്തിലെ പ്രവാസികൾ. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഏകദേശം 70,000 ഇൻഷുറൻസ് ഇടപാടുകളാണ് പൂർത്തിയായത്. ഇന്നു മുതൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കൽ ഫീസ് നിലവിൽ വന്നു. ഫീസ് വർദ്ധിക്കുന്നതിന് മുൻപ് കുറഞ്ഞ നിരക്കിൽ പുതുക്കാനാണ് കൂടുതൽ പേർ അപേക്ഷ നൽകിയത്. ഇതോടെ 6 ഗവർണറേറ്റുകളിലെ റെസിഡൻസി ഓഫീസുകളിൽ കനത്ത തിരക്കുണ്ടായി. റെസിഡൻസി പുതുക്കലുകളും കുടുംബ വിസ നടപടികളുമാണ് പ്രധാനമായും നടന്നത്. യാത്രാരംഗത്തെ മുൻനിര സേവനദാതാക്കളായ ഗോ ട്രിപ്സിന്റെ പുതിയ ട്രാവൽ ഏജൻസി ഓഫീസ് ബഹ്റൈനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈസ്റ്റ് റിഫയിലാണ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ട്രാവൽ രംഗത്തെ അനുഭവ സമ്പത്തും മികച്ച സേവനങ്ങളും മുഖമുദ്രയാക്കിയ ഗോ ട്രിപ്സിന്റെ ബഹ്റൈനിലെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ചെയർമാൻ ഷെയ്ഖ് ഹമദ് ഖാലിദ് അൽ ഖലീഫയുടെ മകൾ ഷെയ്ഖ ഹമദ് അൽ ഖലീഫയാണ് നിർവഹിച്ചത്. സ്ഥാപനത്തിന്റെ വളർച്ചയിലെ പ്രധാന നാഴികക്കല്ലാണ് പുതിയ ഓഫീസെന്നും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗോ ട്രിപ്സ് പ്രഖ്യാപിച്ച പ്രത്യേക ഓഫറുകൾക്ക് വൻ പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി. ബഹ്റൈനിലെ ഈസ്റ്റ് റിഫയിലാണ് ഗോ ട്രിപ്സ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ എല്ലാ ട്രാവൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. ടിക്കറ്റിംഗ്, ഹോളിഡേയ്സ്, ട്രാവൽ ഇൻഷുറൻസ് ആൻഡ് വിസ സർവീസ് ആൻഡ് മീറ്റ് ആൻഡ് ഗ്രീറ്റും ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മളെ ഇനാഗുറേഷൻ്റെ ഭാഗമായി ഓപ്പണിംഗ് ഓഫറായി 2 പേർക്ക് 50% ഡിസ്കൗണ്ടിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഗോ ട്രിപ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 24/7 സർവീസാണ്. ബെസ്റ്റ് പ്രൈസാണ്. മാർക്കറ്റിലുള്ള ബെസ്റ്റ് പ്രൈസ് തന്നെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാവുന്നതാണ്. ടാഗ്ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേർ എക്സ്പീരിയൻസ് ബിഗിൻസ് എന്നാണ്. അതിൽ നമ്മൾക്ക് നമ്മളൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ GCC മൊത്തം വേൾഡ് വൈഡ് ഒരു ഇൻ്റർനാഷണൽ കമ്പനി ആകുക. അതുകൊണ്ട് നമ്മൾ ഡ്രീം ഒരു ആപ്ലിക്കേഷനൊക്കെ ഇറക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ് ഇന്നിവിടെ കഴിഞ്ഞത്. ഇതിൽ സഹകരിച്ച, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗോ ട്രിപ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് വിമാന ടിക്കറ്റ് നിരക്കിൽ 50% കിഴിവ് നൽകിയ ഓഫറിന് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച മികച്ച പ്രതികരണം ഗോ ട്രിപ്സിലുള്ള അവരുടെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. വിമാന ടിക്കറ്റുകൾ, ഗ്ലോബൽ ആൻഡ് GCC വിസ സേവനങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ്, ക്രൂയിസ് യാത്രകൾ, യൂറയിൽ പാസുകൾ, ഹോളിഡേ പാക്കേജുകൾ, ട്രാവൽ ഇൻഷുറൻസ്, എയർപോർട്ട് ട്രാൻസ്ഫർ തുടങ്ങി യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഗോ ട്രിപ്സ് ഒരു കുടക്കീഴിൽ ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്. വരും ദിനങ്ങളിൽ കൂടുതൽ ആകർഷകമായ പാക്കേജുകളും ആനുകൂല്യങ്ങളും യാത്രക്കാർക്കായി അവതരിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി ഉപഭോക്താക്കൾക്ക് ഗോ ട്രിപ്സിന്റെ പുതിയ ഓഫീസ് സന്ദർശിക്കുകയോ ഔദ്യോഗിക ചാനലുകൾ വഴി ബന്ധപ്പെടുകയോ ചെയ്യാമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. മീഡിയ 1 ബഹ്റൈൻ. ലൈസൻസ് ഇല്ലാതെ സാമൂഹിക പരിപാടികൾ പരസ്യം ചെയ്താൽ 500 കുവൈറ്റ് ദിനാർ പിഴ ചുമത്തുന്ന ഭേദഗതികൾ ഉൾപ്പെടെയുള്ള പുതിയ പരസ്യചട്ടങ്ങൾ മുനിസിപ്പൽ കൌൺസിൽ അംഗീകരിച്ചു. നഗരസൗന്ദര്യം മെച്ചപ്പെടുത്താനും പൊതുസുരക്ഷ ഉറപ്പാക്കാനും പരസ്യമേഖല കൂടുതൽ നിയന്ത്രിതമാക്കാനുമാണ് നടപടി. പുതിയ ചട്ടങ്ങൾ പ്രകാരം എല്ലാ വാണിജ്യ വ്യാവസായിക സ്ഥാപനങ്ങളും തിരിച്ചറിയൽ ബോർഡുകൾ സ്ഥാപിക്കണം. പുകയില, സിഗരറ്റ്, മരുന്നുകൾ, അനുമതിയില്ലാത്ത മെഡിക്കൽ നടപടികൾ എന്നിവയുടെ പരസ്യങ്ങൾ നിരോധിച്ചു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ സർവീസ് വെബ്സൈറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തുറക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി വെൽഫെയർ കുവൈത്ത് കമ്മീഷന് കത്തയച്ചു. SIR പ്രക്രിയ പുരോഗമിക്കുന്നതിനാൽ നിരവധി ഇന്ത്യൻ പ്രവാസികൾ തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ പരിശോധിക്കാനും ഫോം 6A സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിദേശത്ത് നിന്ന് പോർട്ടൽ ആക്സസ് ചെയ്യാനാകാത്തത് ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ വലിയ തടസ്സമാക്കുന്നതായും സംഘടന വ്യക്തമാക്കി. ഇത് പ്രവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നതിനാൽ വിഷയം മുൻഗണനാടിസ്ഥാനത്തിൽ പരിഗണിച്ച് എത്രയും വേഗം പരിഹാരം കാണണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. തോൽവിയിൽ നിന്ന് CPM പാഠം പഠിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. കേരളത്തെ ഉത്തരേന്ത്യയെ പോലെ വിഭജന രാഷ്ട്രീയത്തിന്റെ മണ്ണാക്കി മാറ്റാൻ ആരും ശ്രമിക്കരുത്. വെൽഫെയർ പാർട്ടിക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും CPMഉം പിന്തിരിയണമെന്നും റസാഖ് പാലേരി മസ്കത്തിൽ പറഞ്ഞു. ഇലക്ഷന്റെ റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ പോലും കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്താൻ CPMന് കഴിയുന്നില്ല. ഇതിനിയും തുടരുകയാണെങ്കിൽ ഇത് വലിയ ദൂരവ്യാപകമായ ദുരന്തങ്ങളായി ഇത് മാറുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ ഒരു വിഭജന രാഷ്ട്രീയത്തിൻ്റെ മണ്ണാക്കി മാറ്റാൻ ആരും ശ്രമിക്കരുത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും CPMഉം ആ വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്ന് പിന്മാറണം. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയെ വളരെ നിശിതമായ വംശീയ വർഗീയ ആക്ഷേപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ്. എന്തിനു വേണ്ടിയാണത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഭൂരിപക്ഷ വോട്ട് നേടാൻ വേണ്ടിയുള്ള നീക്കമാണെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധ വോട്ടർമാർ അത്തരം യാതൊരു ശ്രമവും അംഗീകരിക്കില്ല എന്നാണ്
ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.